5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നമ്മുടെ ഡോക്ടർ ശശി തരൂർ വിവാദങ്ങളിലാണ്, ലൈംലൈറ്റിലുണ്ട്, വിഷയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അതേ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ടീമിൻ്റെ ക്യാപ്റ്റനാണ്, അതിൻ്റെ ഒരു ലീഡറാണ്. ഇപ്പോൾ അവസാനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ശശി തരൂറിൻ്റെ തന്നെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ BJPയിലൊന്നും പോകുന്നതില്ല, കാരണം എൻ്റെ ശരീരത്തിൽ, എൻ്റെ ബ്ലഡിൽ അങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഒക്കെ ഒരു BJP വിരുദ്ധത കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയമാണ് എൻ്റെ ജീവനും ബ്ലഡും എല്ലാം അതാണ്, അതുകൊണ്ട് ഞാൻ പോവുകയില്ല. പിന്നെ എന്തെങ്കിലും സ്ഥാനം തന്നാൽ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എൻ്റെ കഴിവ് ഉപയോഗിക്കാൻ മോഡി തീരുമാനിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന അദ്ദേഹം ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആകുമോ, ഗവർണർ ആകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്, അത് വേറെ കഥ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആകുമോ? 2027 നമ്മുടെ ധൻഖർ, ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്, പീരീഡ് കഴിയും. അപ്പോൾ അത് കഴിയുമ്പോൾ 2027 കൂടി എന്ന് പറഞ്ഞാൽ 2 വർഷം കഷ്ടിച്ചില്ലല്ലോ, 2 വർഷത്തിനകത്തേ ഉള്ളൂ. അത്രയും സമയം കൊണ്ട് മോഡിയുടെയും RSSൻ്റെയും ഒക്കെ ഗുഡ് ബുക്കിൽ കയറി പറ്റിയാൽ സ്വാഭാവികമായിട്ട് അതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ നേരത്തെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല കണക്ഷൻസ് ഉണ്ട്, നല്ല ലാംഗ്വേജ് ഉണ്ട്, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അതുകൊണ്ട് നന്നായി അതേ കാര്യങ്ങൾ ലോകത്ത് പ്രസൻറ്റ് ചെയ്യും. നല്ല പ്രസൻറ്ററുമാണ്, നല്ല സ്പീക്കറാണ്, ഒറേറ്ററാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് പുള്ളി എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആവാനുള്ള സാധ്യതയാണ് 100% കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആവുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ശശി തരൂർ വന്നിട്ടുണ്ട്. പക്ഷേ അത് കോൺഗ്രസ്സുകാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അതേസമയം മുൻ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ പറയുന്നു, ശശി തരൂരിനെ നമ്മൾ അനുനയിപ്പിച്ച് കൂടെ നിർത്തണം. BD സതീശനെ പോലുള്ള ആളുകൾ ഒരു അഭിപ്രായം പറയുന്നില്ല. സെൻട്രൽ കമ്മിറ്റി പറയട്ടെ, അല്ലെ കേന്ദ്ര സമിതിയാണ്, പിന്നെ നാഷണൽ ലെവലിലുള്ള കമ്മിറ്റിയാണ് ഇത് മറുപടി പറയേണ്ടത്, ഞാനിതിന് മറുപടി പറയാൻ ആളല്ല, ICC ആണ് ഇതിന് മറുപടി പറയേണ്ടതെന്ന് പറഞ്ഞ് പിന്നെ BD സതീശൻ ഒഴിയുന്നു. പലരും പല കമൻറ്റുകൾ പറയുന്നു. മുരളീധരൻ പറയുന്നു മനം അങ്ങും പിന്നെ എന്താണ് മനം അങ്ങും ഊണിവിടെയുമായിട്ടൊന്നും നിൽക്കുന്നത് ശരിയല്ല, ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലി ചവിട്ടണം, 2 വള്ളത്തിൽ കാലി ചവിട്ടിയാൽ കാലി കീറിപ്പോവും, ഇങ്ങനെ പല കമൻറ്റുകളും വരുന്നുണ്ട്. എന്തായാലും ശശി തരൂർ വളരെ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും പൊസിഷൻ കിട്ടിയാൽ, അത് ഗവർണറാകട്ടെ, വൈസ് പ്രസിഡന്റ് ആകട്ടെ, ഇനി അംബാസഡർ ആകട്ടെ, ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണറാകട്ടെ, അങ്ങനെ വളരെ പ്രമുഖമായിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. അംബാസഡർമാരായിട്ട് പോകാൻ പറ്റും, ഐക്യരാഷ്ട്രസഭയിൽ പ്രതിനിധിയായിട്ട് പോകാൻ പറ്റും, ഒരുപാട് സാധ്യതകളുണ്ട്. നല്ല കഴിവൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗിക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അത് രാഷ്ട്രത്തിന് വേണ്ടി സേവിക്കുമ്പോൾ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ ഓരോ നീക്കങ്ങളും പൊതുസമൂഹവും നിരീക്ഷിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാരും നിരീക്ഷിക്കുന്നുണ്ട്, BJPക്കാരും നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു തമാശ. പൊതുസമൂഹത്തിനും അറിയാൻ താല്പര്യമുണ്ട്, ഇദ്ദേഹം എങ്ങോട്ട് പോകും, എന്താണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്നവർക്ക് താല്പര്യമുണ്ട്. BJPയിലെയും അന്വേഷണം ഈ ആ വഴിക്ക് നീങ്ങുകയാണ്, ഇത് എന്താണ് ഇനി കൂടുതൽ ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസ്സുകാർ കണ്ണിൽ എണ്ണയും ഒഴിച്ച് ഇദ്ദേഹത്തിൻ്റെ പിറകിലുണ്ട്, ഇത് പോകുമോ, എന്താ സംഭവിക്കുക, ഇനി അങ്ങനെ ഇദ്ദേഹം BJPയിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ നേരിട്ട് പാർട്ടിയിലായിരിക്കില്ല പോകുന്ന, ഈ സ്ഥാനം നേടിപ്പോയാൽ കോൺഗ്രസ്സിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകുമോ, ഇങ്ങനെയൊക്കെയുള്ള നല്ല രസകരമായ ഒരു പൊളിറ്റിക്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിതൊന്നും കേട്ട് പരിചയമുള്ളതല്ല, സാധാരണ ശരാശരി രാഷ്ട്രീയക്കാർക്ക് ഇതൊന്നും കേട്ട് പരിചയമുള്ളതല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്കൊന്നും ഇത് ദഹിച്ചിട്ടുമില്ല. സാധാരണ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണത്തിലില്ലാത്തതുകൊണ്ട് വേറൊരു പാർട്ടി ഭരിക്കുമ്പോൾ അവരെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് മാത്രം പറഞ്ഞുകൊണ്ട് പോവുക എന്നുള്ളതാണ്. ഒരു നന്മയും പറയണമെന്നില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ മനോവിഷമം ഉണ്ടാക്കുന്നതാണ്. മറ്റ് ഉയർന്ന നേതാക്കളെ സംബന്ധിച്ച് അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനും ഒക്കെ മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് പലരും. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എന്തായാലും ശശി തരൂർ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്ക് ഇന്ത്യൻ പ്രസിഡൻ്റായി വന്ന് ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ CPMൻ്റെയും ഒക്കെ ആളുകൾ ആര് ഭരിച്ചാലും, UDF ഭരിച്ചാലും LDF ഭരിച്ചാലും, അവരുടെ ചീഫ് സെക്രട്ടറി കാർ അയച്ചു കൊടുത്തോ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇന്ത്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കുന്ന, അല്ല വൈസ് പ്രസിഡന്റിനെ സ്വീകരിക്കുന്ന ഒരു കാലം വരുമോ? തീർച്ചയായിട്ടും വരില്ല എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാനാകില്ല. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കസേര അവിടെ ഒഴിയുന്ന മുറയ്ക്ക് ശശി തരൂർ ഉടുപ്പ് ഷർട്ട് അടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല.